الحمد لله رب العالمين، وأشهد أن لا إله إلا الله الملك الحق المبين، وأشهد أن نبينا محمدا عبده ورسوله خاتم المرسلين، صلى الله عليه وسلم وعلى آله وصحبه والتابعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. സഹോദരങ്ങളെ, മുസ്ലിം ലോകം പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നബി തിരുമേനിയുടെ ഹിജ്റ എന്ന് പറയുന്നത് ഒരു കേവലം യാത്രയായിരുന്നില്ല, അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു ബോധനമായിരുന്നു. ലോകത്തിന്റെ ഗതി മാറ്റിയ ഒരു മഹാചരിത്ര സംഭവമായിരുന്നു. സമാധാനവും ആശ്വാസവും ലഭിച്ച ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. അതിനേക്കാളെല്ലാം ഉപരി ഒരുപാട് മാനവ മൂല്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു പാഠശാലയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. എന്താണ് നാം അതിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ? ഒന്നാമത്തേത് സബറാണ്, ക്ഷമ. രണ്ടാമത്തേത് നൈരന്തര്യമായ പ്രവർത്തനമാണ്, നിശ്ചയദാർഢ്യത്തോടുകൂടി വിശ്രമമില്ലാത്ത പ്രവർത്തനം. മൂന്നാമത്തേത് അൽ ഹിർസു അലൽ മുസ്തഖ്ബലിൽ അഫ്ളൽ, അത്യുത്തമമായ ഭാവിയെ ആഗ്രഹിക്കുക എപ്പോഴും എന്നതാണ്. നാലാമത്തേത് തലബുൽ അഅ്ലാ വൽ അക്മൽ, ഏറ്റവും ഉത്തമമായതിനെ, ഏറ്റവും പെർഫെക്ഷൻ ഉള്ളതിനെ അന്വേഷിക്കുക എപ്പോഴും എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കാലത്തെ മഹാസംഭവം എന്ന നിലക്ക് ഈ ഹിജ്റ ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. നബി തിരുമേനി ഓടിപ്പോയത് തന്റെ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്കാണ്, അദ്ദേഹത്തെ ഈ ഹിജ്റയിൽ കൂട്ടുകൂട്ടാൻ. നാം അറിയേണ്ടത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധനായ കൂട്ടുകാരുണ്ടാകണം. അള്ളാഹുവിന്റെ കൽപ്പന ഇത്തഖുല്ലാഹ് വകൂനൂ മഅസ് സാദിഖീൻ എന്നാണ്. നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം, സത്യസന്ധന്മാരുടെ കൂടെയാകണം എന്ന്. അത് യഥാർത്ഥത്തിൽ ഹിജ്റയുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സംഭവമായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹിജ്റ വിജയിക്കാനുള്ള മുഴുവൻ മാർഗങ്ങളും കാരണങ്ങളും ആരാഞ്ഞു, അതനുസരിച്ച് മുമ്പോട്ട് പോയി. അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അള്ളാഹുവുമായുള്ള നിരന്തരമായ ബന്ധമായിരുന്നു. ദാഇമുസ്സിലത്തി ബില്ലാഹി തആല വൽ ഇസ്തിആനതി ബിഹി സുബ്ഹാന, അള്ളാഹുവിനോട് മാത്രം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അത് ആ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. നബി തിരുമേനിയെയും സിദ്ദീഖിനെയും അന്വേഷിച്ചു നടന്ന ശത്രുക്കൾ, ആ ശത്രുക്കളുടെ കാൽപാദങ്ങൾ കണ്ടപ്പോൾ പേടിച്ചു വിറച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്ന രംഗമുണ്ട്. മാ ളന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ എന്ന് ചോദിച്ചുകൊണ്ട്, രണ്ടുപേരെ കുറിച്ച് നീ എന്ത് കരുതുന്നു അബൂബക്കർ? അവരിൽ മൂന്നാമനായി അള്ളാഹു ഉണ്ടായിരിക്കെ എന്ന്. സത്യത്തിൽ ഇതാണ് ഏറ്റവും വലിയ ഒരു പാഠം. ഈ ഹിജ്റയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. ഒന്നാമതായി നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് നടത്തണം, സഹായം ചോദിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിക്കണം. അതോടൊപ്പം എപ്പോഴും നാം നല്ലത് പ്രതീക്ഷിക്കണം, നന്മ പ്രതീക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ തന്റെ സ്വന്തം ജന്മനാടിനോട് അഥവാ വിശുദ്ധ മക്കയോട് സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. അത് ജന്മനാടിനോടുള്ള സ്നേഹം വിശ്വാസികൾക്ക് ഉണ്ടാകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ലൗ അന്ന അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജ്ത്, നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ പുറത്തു പോകുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കി പറയുന്നുണ്ട്.
ഇതാണ് യഥാർത്ഥത്തിൽ ഹിജ്റയിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ പാഠങ്ങൾ. ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഇത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഖ്തദാ ബിഹദിഹി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഹിജ്റയെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് വറുജ്സ ഫഹ്ജുർ എന്നാണ്. ഹിജ്റ എന്ന പദം, ഫഹ്ജുർ എന്ന പദം രണ്ടും ഒന്നാണ്. എല്ലാ തിന്മകളെയും ഉപേക്ഷിക്കുന്നവരാകണം നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ ഹിജ്റതി അഫ്ളൽ, ഏറ്റവും നല്ല ഹിജ്റ ഏതാണ് എന്ന്. നബി തിരുമേനി പറഞ്ഞ മറുപടി, അൻ തഹ്ജുറ മാ കരിഹ റബ്ബുക അസ്സ വജൽ, നിന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിക്കലാണ് ഹിജ്റ. ഈ ഹിജ്റ നമ്മളെല്ലാവരും നടത്തണം. നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് തൃപ്തിപ്പെടാത്ത ഒന്നും ഉണ്ടാകരുത്, അത് നാം തീരുമാനിക്കണം. അതാണ് ഈ സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ലശ് ശിർക വൽ മുശ്രികീൻ وانصر المسلمين في كل مكان. اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار. اللهم وفق رئيس الدولة حمي المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.